നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CPO വുമൺ CPO സിലബസിന്റെ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വുമൺ CPO പരീക്ഷയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് പോർഷനാണ്. അതായത് SCERT NCERT ചാപ്റ്റേഴ്സിലെ ഏതെല്ലാം സയൻസ് പോർഷൻ ആണ് നമ്മൾ CPO പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഈ പറഞ്ഞു തരുന്ന പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് മാർക്ക് കിട്ടും. ഉഴപ്പരുത്. പരീക്ഷയ്ക്ക് ഏകദേശം 6 മാസം സമയം ഉണ്ടല്ലോ, വളരെ പതുക്കെ പഠിച്ചാൽ മതിയല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. പറഞ്ഞു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. യാതൊരു ഡിലേയും വരുത്തരുത്. വളരെ വേഗം തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പാഠഭാഗങ്ങൾ സമഗ്രയുടെ പോർട്ടലിൽ പോയിട്ട് സ്കൂൾ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക, അത് വായിച്ച് പഠിക്കുക. ശ്രദ്ധിക്കണേ, നമ്മുടെ സിലബസിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നൊരു ഭാഗമുണ്ട്. അതിന് 4 മാർക്കാണ്. 4 മാർക്കിനാണ് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ആദ്യം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അടുത്തത് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അറിയണം, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗം അറിയണം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയണം, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അറിയണം, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന ഭാഗത്തെക്കുറിച്ച് അറിയണം, പരിസ്ഥിതി അതുപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചും അറിയണം. ക്ലിയർ അല്ലേ? ഇതില് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കാണാറുള്ളത്. ആ ഭാഗം നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ശ്രദ്ധിക്കണേ, ഇവിടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതില് ആദ്യം 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റിന്റെ പാർട്ട് 1 ചാപ്റ്റർ 2 വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. കൂടാതെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന വിഷയം പഠിച്ചിരിക്കണം. 6ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 8 നിവർന്ന് നിൽക്കാം എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. അതുപോലെ 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന ഭാഗവും അറിഞ്ഞിരിക്കണം. ഇവ കൂടാതെ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്ന ചാപ്റ്ററും 7ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററായ പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററിലെ ഭാഗങ്ങളും 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററും 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിന് പിന്നിൽ എന്ന ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രത്യുൽപാദന ആരോഗ്യം, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സംവേദനങ്ങൾക്ക് പിന്നിൽ, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ജീവികളിലെ രാസസംവേദനം, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. ഇനി NCERT ടെക്സ്റ്റിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ഭാഗം നന്നായി വായിച്ചിരിക്കണം. 11ാം ക്ലാസ്സിലെ തന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. 11ാം ക്ലാസ്സിലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ വായിച്ചിരിക്കണം. 11ാം ക്ലാസ്സിലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. 11ാം ക്ലാസ്സിലെ ലോക്കോമേഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. 11ാം ക്ലാസ്സിലെ തന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. 11ാം ക്ലാസ്സിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ഇത് കൂടാതെ 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലേക്ക് വന്നാൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററും 12ാം ക്ലാസ്സിലെ എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററും 12ാം ക്ലാസ്സിലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററും 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ പാർട്ട് 2 എന്ന ഭാഗത്ത് വരുന്ന പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും എന്ന ചാപ്റ്ററും അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? നോക്കൂ, ഇവിടെ +1 +2 ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ആ ഭാഗത്ത് നിന്നാണ് നിലവില് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ +1 +2 ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ സിലബസ് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഭാഗവും കൂടി റെഫറൻസ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ പരമാവധി +1 +2 ഭാഗം കൂടി നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. കാരണം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ഭാഗത്ത് നിന്ന് 4 മാർക്കാണ്. ഈ 4 മാർക്കിലെ എല്ലാ മാർക്കും തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഉറപ്പിക്കണം. അത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. കാരണം ഈ പാഠഭാഗങ്ങളെല്ലാം നന്നായി വായിച്ച ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ മോഡൽ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഈ മേഖലയിൽ നിന്ന് കിട്ടും. ആ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് 1 മാർക്കും തന്നെ നഷ്ടപ്പെടില്ല.
ഇനി അടുത്ത ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, അതുപോലെ ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി എന്നിവയൊക്കെയാണ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർക്ക് 3 മാർക്കാണ്. സിലബസിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിവിടെ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. ഇതിന് നമ്മൾ റെഫർ ചെയ്യേണ്ട പാഠഭാഗത്തേക്ക് പോയാൽ 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകൾ, 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ചലനം നിത്യജീവിതത്തിൽ, 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന ചാപ്റ്റർ, കൂടാതെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ, 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ചലനവും ബലവും, 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മർദ്ദം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ പ്രകാശത്തിന്റെ അപവർത്തനം, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ചലന സമവാക്യങ്ങൾ, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ചലന നിയമങ്ങൾ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ഗുരുത്വാകർഷണം, 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പ്ലവക്ഷമ ബലം. ഇത് കൂടാതെ 9ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ ചാപ്റ്ററായ പ്രവൃത്തിയും ഊർജവും, 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ശബ്ദം, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ശബ്ദ തരംഗങ്ങൾ, 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ലെൻസുകൾ, 10ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ ചാപ്റ്ററായ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ യാന്ത്രിക ഭാരം പ്രയോഗത്തിൽ, 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ഗോളീയ ദർപ്പണങ്ങൾ. ഇവയെല്ലാം ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്കൂൾ ടെക്സ്റ്റിലെ പാഠഭാഗമാണ്, SCERTയിലെ പാഠഭാഗമാണ്. ഇനി NCERTയിലേക്ക് പോയാൽ 11ാം ക്ലാസ്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററും, 11ാം ക്ലാസ്സിലെ തന്നെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററും, 11ാം ക്ലാസ്സിലെ തന്നെ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററും, 11ാം ക്ലാസ്സിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററും നമ്മൾ ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കിയിരിക്കണം. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നത് 4 മാർക്കിനാണെങ്കിൽ ഭൗതിക ശാസ്ത്രം എന്ന ഭാഗത്ത് നിന്ന് 3 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കൂടാതെ രസതന്ത്രം അഥവാ കെമിസ്ട്രിയിൽ നിന്നാണ് അടുത്ത 3 മാർക്കിന്റെ സബ്ജക്റ്റുകൾ വരുന്നത്. ആകെ സയൻസ് എല്ലാം കൂടി ചേർത്ത് 10 മാർക്കാണ്. അതിൽ ആറ്റം എന്നതാണ് ഒരു സബ്ജക്റ്റ്. ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തന്മാത്ര, ദ്രവത്തിന്റെ വിവിധ അവസ്ഥകൾ, അങ്ങനെ പോകുന്നു. കൂടാതെ മൂലകങ്ങൾ എന്ന ഭാഗം, അതുകൂടാതെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡുകളും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ എന്ന ഭാഗം, ഇവയാണ് നമുക്ക് കെമിസ്ട്രിയുടെ പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ആസിഡുകളും ബേസുകളും, 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ മൂലകങ്ങളും സംയുക്തങ്ങളും, 8ാം ക്ലാസ്സിലെ തന്നെ 13ാമത്തെ ചാപ്റ്ററായ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ആറ്റത്തിന്റെ ഘടന, 9ാം ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ, 9ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ ചാപ്റ്ററായ രാസബന്ധനം, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങൾ, 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലായനികൾ, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ അലോഹങ്ങൾ, 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, 10ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങൾ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ. ഇവയൊക്കെയാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പുതിയ SCERT ടെക്സ്റ്റിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠഭാഗങ്ങൾ. ഇനി NCERT ടെക്സ്റ്റിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണെങ്കിൽ നോക്കൂ, 11ാം ക്ലാസ്സിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ, 11ാം ക്ലാസ്സിലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ, ഇത് കൂടാതെ 11ാം ക്ലാസ്സിലെ തന്നെ ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ, 11ാം ക്ലാസ്സിലെ S ബ്ലോക്ക് എലിമെന്റ്സ് എന്ന ചാപ്റ്റർ, 11ാം ക്ലാസ്സിലെ P ബ്ലോക്ക് എലിമെന്റ്സ് എന്ന ചാപ്റ്റർ, 12ാം ക്ലാസ്സിലെ D and F ബ്ലോക്ക് എലിമെന്റ്സ് എന്ന ചാപ്റ്റർ, ഇവയെല്ലാം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് NCERT ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാഠഭാഗങ്ങളാണ്. ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഒരു +2 ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ അതിലെ ചില സയൻസ് ചോദ്യങ്ങൾ വളരെ റേഞ്ച് ഉള്ള ചോദ്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതണമെങ്കിൽ കൃത്യമായും ഈ പാഠഭാഗത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വിശദമായി തന്നെ ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്. മനസ്സിലാക്കുക, 1 മാർക്കും ചെറുതല്ല, എല്ലാ മാർക്കും നമ്മൾ നേടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടു മുൻപ് വിശദീകരിച്ച സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ ക്ലാസ്സുകൾ ലക്ഷ്യയുടെ CPO
WCPO ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. കേവലം ഒരു ക്ലാസ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിശദമായ നോട്ടുകളും അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് സെഷനുകളും ഇവിടെ ഓൺലൈൻ ആപ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നത് ഒരു സിലബസ് പ്ലാൻ ബേസ്ഡ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങളെല്ലാം കൃത്യമായി ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി പോകുവാൻ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഈ വരുന്ന ജൂൺ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന CPO വുമൺ CPO പരീക്ഷ എഴുതി ഒരു റാങ്ക് നേടിയെടുക്കുവാൻ ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പ് പർച്ചേസ് ചെയ്താൽ മാത്രം പോരാ, ആപ്പിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായും ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ഫിസിക്കൽ ടെസ്റ്റ് കൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാക്കി അണിയുവാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും നന്ദി.